കുട്ടി പോയിക്കോളൂ. Sir, but Mr. Nandan, Yes, can I ask you a personal question? like? Like ഇന്നത്തെ സംഭവം ആരും അല്ലാതെ റോഡിൽ പത്രം വിറ്റ് നടക്കുന്ന ഒരു തെണ്ടി ചെക്കിന് വേണ്ടിയിട്ട് മിസ്റ്റർ നന്ദനെ പോലെ സോഷ്യലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാള്, അതും പബ്ലിക്കായിട്ട് പോലീസിനോട് ഒരു ഫിസ്റ്റ് ഫൈറ്റിന് നിൽക്കാന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ ഈ അസോസിയേറ്റ് എഡിറ്റർക്ക് ഇത് എന്ത് പറ്റി വാസു? ഈസ് ഹി ദിസ് ചീപ്പ് എന്നൊക്കെ വിമൻസ് വേൾഡിലെ വിമല ശങ്കർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ശരിക്കും തൊലി ഉരിഞ്ഞുപോയി എനിക്ക്. ആൻഡ് ഐ ഫെൽ സോ അഷെയിംഡ്. Oh, I see. ശരിക്കും എന്തിനാ മിസ്റ്റർ നന്ദൻ ഈ കണ്ട സ്ട്രീറ്റ് ഏർച്ചൻസിനോടൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്? എന്തിനാ നന്ദൻ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഇൻഡിഗ്നേഷൻ? മാഡം ദാ ഇപ്പൊ പറഞ്ഞില്ലേ, ആരുമല്ലാത്തവൻ വെറുതെ പത്രം വിറ്റ് നടക്കുന്ന തെരുവ് തണ്ടി എന്നൊക്കെ. യാ പറഞ്ഞു. ഈ വിഭൂഷണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ എടുത്തണിഞ്ഞാൽ അത് മറ്റേതൊരാളെക്കാളും യോജിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മാഡം എനിക്ക്. ഓ മൈ ഗോഡ്. യെസ് മാഡം. ഹിജറകളും ഹുക്കേഴ്സും ഹയർ ടഗുകളും പെഡ്ലേഴ്സും പിന്നെ പേരറിയാത്ത ഒരുപാട് പിമ്പുകളും പ്രമാണിമാരുമെല്ലാം ഒരുമിച്ചൊഴുകുന്ന ബോംബെ മഹാനഗരത്തിലെ ട്രാഫിക് ജാമുകളിൽ ഒരു തെരുവ് തണ്ടിയുടെ ജന്മം എടുത്ത് നിന്നിട്ടുണ്ട് നന്ദഗോപാൽ. ഉവ്വ് മാഡം. മറാത്ത ദൈനിക് സമാചാറിന്റെയും ഹിന്ദുസ്ഥാൻ ജാഗരണിന്റെയും ബോംബെ ക്രോണിക്കലിന്റെയും ട്രൂ ലൈഫിന്റെയും എല്ലാം കോപ്പികൾ ദാ ഇങ്ങനെ വാരി അടുക്കി പിടിച്ച് തലക്കെട്ടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് തെരുവുകൾ തോറും ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് നന്ദൻ. ആസ് എ ന്യൂസ് പേപ്പർ ബോയ്, ആസ് എ സ്ട്രീറ്റ് ഏർച്ചൻ. എന്താ അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മാഡത്തിന് എന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനത്ത്? ഏയ് നോ മിസ്റ്റർ നന്ദൻ, നിങ്ങൾ വെറുതെ തമാശയ്ക്ക് യു ആർ ജസ്റ്റ് ട്രൈയിങ് ടു ഫൂൾ മീ. ഐ വുഡന്റ് ബിലീവ് യു. But then you have to. And if it still does pester you, madam, mind you, അങ്ങനെ ഒരു ഭൂതകാലം അനുഭവിച്ചറിഞ്ഞവന് ഇന്നത്തെ പോലൊരു സീനിൽ വന്ന് പെട്ടാൽ ചിലപ്പോൾ നിയന്ത്രണം അറ്റൂന്ന് വരും. ഒരുപക്ഷെ അറിയാതെ പൊട്ടിത്തെറിച്ചു വരും. അക്രമം ചെയ്യുന്നത് എത്ര വലിയ അധികാര സ്ഥാനത്തുള്ളവനായാലും അറിയാതെ അവന്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചു വരും നന്ദൻ. So does that explain the indignation part? No, I just don't want to believe this and I swear I wouldn't ever. And madam, just one more thing. Yes? Is he so cheap എന്ന് വിളിച്ചു ചോദിച്ച് തൊലിയുരിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്താ അവളുടെ പേര്? വിമല ശങ്കർ, വിമൻസ് വേൾഡ്. ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കണം ഈ നന്ദഗോപാലിന്റെ ഒരു പൂർവ്വകാല ചരിത്രം വളരെ വഷളാണ് എന്ന്. Or shall I call her straight? അയ്യോ വേണ്ട. Then please. I'm just totally fed up with this whole setup. And I swear I'll kill that beggar, that Kuritaram beggar. And what the hell? I'm sorry. Get out of my way now. Hey, Stupid. just a minute, Bibin. Hey. You know something about Hey, Nandan? Yes, such real criminal background. Please, madam. You know, ശരിക്കും തെരുവിൽ പിച്ച തന്നെ നടന്ന ആളായാള്. അതുകൊണ്ടാ ഇന്ന് ബഗർ ബോയിന് Get പോലീസ് lost, you old hag. You? Full of creeps in this place and full of mouth. I swear. Enough is enough. Can't take it. ഈ ഇന്ത്യ മഹാരാജ്യത്തോട് തന്നെ അടച്ചു പുച്ഛമുള്ള ഏതെങ്കിലും മൾട്ടിനാഷണലിന്റെ PRO കസേരയിൽ കൊണ്ട് ഇരുത്തി കൊടുക്കണം ഈ പെമ്പ്രനോത്തിയെ, ഈ മാഡം വസുന്ധര തമ്പിയെ. അല്ലേ മാഷ്? Excuse me, boss. യെസ്. കഷ്ടമാണ് ബോസ്, ശരിക്കും കഷ്ടം. This is too bad. ദാ നോക്കണം, ബോസ് പ്രത്യേകം അസൈൻ ചെയ്തിട്ട് പോലീസിന്റെ ബൂട്ട്സിന്റെ ബാറ്റിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടെടുത്താ ഞാൻ ഈ ഫോട്ടോഗ്രാഫ്സ്. But see what happens now. See, you see. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? താൻ ഇത്രയ്ക്ക് അങ്ങോട്ട് അന്താളിക്കാൻ? All screwed up, boss. ദാ ഇതിലിപ്പോ ഒരൊറ്റ എണ്ണം വരാൻ പോകുന്നില്ല നാളത്തെ കേരള രശ്മിയില്. Why? That Kuritaram beggar is screwing up the designs, boss. ചോദിച്ചപ്പോ ഇതെല്ലാം എടുത്ത് ട്രാഷ് ബാഗിൽ കൊട്ടാൻ പറയുന്നു അയാൾ. അപ്പൊ പിന്നെ പേജ് ഓക്കെ ചെയ്തു എന്ന് മാഷ് പറഞ്ഞത്? ചെയ്തതാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ ഫലം നന്ദൻ? ഇതിപ്പോ എന്നോടോ ഇയാളോടോ ഒന്നും ആവില്ല ശത്രുത. പുതുതായിട്ട് ഒരാളിങ്ങനെ വന്നിറങ്ങിയപ്പോ ഇതുവരെ വച്ച് അനുഭവിച്ചിരുന്ന അധികാരങ്ങൾ ഓരോന്നിങ്ങനെ കൈവിട്ടു പോകുന്നതിന്റെ വെമ്പലാവും അയാൾക്ക്. അല്ലാതെ വേണ്ട നന്ദൻ, അയാളെ വെറുതെ ശത്രുവാക്കാവുന്നല്ലാതെ. ഹലോ മിസ്റ്റർ ബേബിച്ചൻ? അതെ, കുരുവിത്തടം ബേബിച്ചൻ. ഇതാരാണാവോ? ഓ, മറ്റവനാ. ഓ, എന്നതാണാവോ? അല്ല മിസ്റ്റർ കുരുവിത്തടം, ഫ്രണ്ട് പേജിൽ എന്താണാവോ ഒരു കൺഫ്യൂഷൻ? വാട്ട് കൺഫ്യൂഷൻ? നോ കൺഫ്യൂഷൻ. സം സ്മാൾ ചേഞ്ചസ്. ഓക്കെ, ഹോൾഡ് ഇറ്റ്. എന്തോ? I said just hold it. നന്ദഗോപാലൻ വന്ന് കേറിയിട്ട് ആഴ്ചയൊന്നും തികഞ്ഞിട്ടില്ല, എന്നിട്ട് അന്നേരവാ അവന്റെ ഒക്കെ ഒരു ഹോൾഡിറ്റ്. എടോ കുട്ടിക്കാരൻ, എടോ ഈ കണ്ട പന്ന കൽപ്പിച്ചാൽ ഉടനെ കുരുവിത്തരം പേടിച്ച് എന്നാടോ പേടിച്ചങ്ങ് കാല് വഴി മുള്ളുവോ? അല്ല അത് എടോ മുള്ളുവോ എന്നാ ചോദിച്ചേ. No? എന്തൊക്കെയാണാവോ നിങ്ങൾ ഉദ്ദേശിച്ച സ്മോൾ ചേഞ്ചസ്? അത് പിന്നതാണ്ട് നന്ദഗോപാലിന്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണെന്നും പറഞ്ഞ് ഇവരെടുത്തോണ്ട് വന്ന് കുടിവെള്ള പ്രക്ഷോഭം. മറ്റേ പൈപ്പിക്കരക്കാരനെ
അതിപ്പോ ആണ്ടി 366 ദിവസമുള്ള സോക്കേടായവനൊക്കെ ഈ ചമരം നോ ന്യൂസ് വാല്യൂ. അതുകൊണ്ട് അതെടുത്ത് ഒരു ഒറ്റ ഏറെ കരുതിട്ട് പകരം ആ സ്പേസിൽ നമ്മൾ താതെ ഇവരെ അങ്ങോട്ട് കയറ്റും. മെയിൻ സ്റ്റോറി ആയിട്ട് വിത്ത് ബാനർ ഹെഡ്ലൈൻ. ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചു. കൂർലോസിന്റെ സിംഹാസനാരോഹണം 28-ന്. അപ്പത്തൊന്നും ക്രിസ്ത്യാനിച്ചായവാണെന്ന്. അല്ലല്ലോ, നമുക്കെല്ലാ സമുദായക്കാരും വേണം. വേണ്ടേടോ? വേണം. അതുകൊണ്ട് ഫ്രണ്ട് പേജ് നമ്മള് ഇതൊക്കെ കൂടെ ചേർത്തങ്ങ് ബാലൻസ് ചെയ്യുന്നു. അതായത് കൊച്ചി വിമാനത്താവളത്തിൽ സ്വാമി സച്ചിന്മയാനന്ദ രമാഭാരതിജിക്ക് പൂർണ്ണകുംഭം. പിന്നെ നമ്മുടെ മോണിക്ക അടിവസ്ത്രത്തിൽ പുരണ്ടത് വെറും കറയോ അതോ എങ്ങനെ? എല്ലാം കൂടെ ചേർത്ത് നല്ല ഇതായിരിക്കും അല്ലേ? അതെ, നല്ല ഇതായിരിക്കും. ഫ്രാൻസിസ്, എടുത്ത് മാറ്റിക്കോളൂ ഇതെല്ലാം. ജസ്റ്റ് ഇറേസ് ദ പേജ്. പിന്നെ സ്ഥാനാരോഹണം 28-ന്, അതായത് ഇനിയും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട്, എന്നിട്ടേ ഉണ്ടാവും ചടങ്ങ്. അല്ലേ മിസ്റ്റർ കുരുവിത്തനം? അല്ല, അത് പിന്നെ ഈ തിരുമേനിമാരെ സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു കർട്ടൻ റൈസർ. ലുക്ക്, കൂർലോസ് സിംഹാസനത്തിലോട്ട് കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നാളെ കഴിഞ്ഞ് എസ്തപ്പാനോസിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് സുപ്രീം കോടതി. വിധി വരട്ടെ, എന്നിട്ട് മതി കർട്ടൻ പൊക്കുന്നതും ബാലൻസ് ചെയ്യാൻ ഈ കാവിക്കൊടി പൊന്തിക്കുന്നതും ഒക്കെ. എന്താ എടോ നന്ദഗോപാല, അതെ താതെ ഈ സഭാവിഷയങ്ങളിലും പിന്നെ തിരുമേനിമാരുടെ കാര്യങ്ങളിലും ഒക്കെ പണ്ട് പുരാതന കാലം മുതൽ ഇങ്ങോട്ട് ചില നടപ്പ് രീതികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ കേരളസ്മിക്ക്. ഇനി അതിന്റെ പുറത്തോട്ടു കൂടെ കയറി താൻ എന്റെ തൊഴിൽ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഓരോരുത്തന്മാരെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും തോംസൺ ഫൗണ്ടേഷനിൽ നിന്നും ഒരുമാതിരി വെളുവളാന്നിരിക്കുന്ന സായിപ്പന്മാരുടെ അങ്ങൂന്നൊക്കെ ഓരോ ഗുണവധികാരവും പഠിച്ചോണ്ടെങ്കിൽ ഇറങ്ങിക്കോളും ബാക്കിയുള്ളവരെ ഉണർത്താനായിട്ട്. എടോ കുഞ്ഞേ, താണ്ടേ അതൊക്കെ ഡൽഹിയില് അങ്ങ് കോണാട്ട് പ്ലേസിൽ കൊണ്ട് ഇറക്കിയാച്ചാ മതി. ഇവിടെ വേണ്ട, ഇവിടെ ചെലവായില്ല. കേട്ടല്ലോ? Now come on all of you trainees, ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം ഒരല്പം നേരത്തേക്ക് പ്ലീസ്. ഇവളൊന്നും ഒരുത്തരും എങ്ങോട്ട് ഇറങ്ങുന്നുമില്ല, ആരും വിട്ട് ചലിക്കുന്നുമില്ല. നിക്കണോ അവിടെ? ഉദ്ധരിച്ചു പിടിച്ചോട്ടുള്ള വരവായിരുന്നല്ലോ സാറേ. എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഇതുങ്ങള് കേട്ടാലങ്ങ് ഉരിഞ്ഞു പോവായിരിക്കും തന്നെ. Shut your filthy rattle trap, you. Now look, കർത്താവിന്റെ കുരിശാരോഹണത്തെക്കാൾ മഹത്തരമാണ് കപട സന്യാസിമാരുടെയും മെത്രാനച്ചന്മാരുടെയും ഡെമി ഗോഡ്സിന്റെയും എല്ലാം കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാൽ ചരമക്കോളങ്ങളടക്കം ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വെക്കാനുള്ളതാണ് പത്രപേജ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഏത് കൊട്ടിഘോഷിച്ച പാരമ്പര്യത്തിന്റെ പേരിലായാലും ശരി, ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ടാവണം പത്രലേഖകന്മാർക്ക്. സോ ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് ഇൻടു യുവർ ബ്രെയിൻസ്. Don't ever let that set your standards, and don't ever let that deceive your discretions. And then വൈറ്റ് ഹൗസിലെ അടിച്ചുകളിക്കാരിയുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറ പുരണ്ടുപോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും വേണ്ടി വന്നാൽ മണപ്പിച്ചും പരിശോധിക്കാൻ അറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയയുടെ 4th rate പാപ്പരാസി സംസ്കാരം ആവരുത്. കണ്ടില്ലേ, മക്കളെ നെഞ്ചോട് അടുക്കിപ്പിടിച്ച് മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ കളക്ടർമാൻ അടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോ പോലീസിന്റെ തെറിയും നെറികേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. സോ മിസ്റ്റർ കുരുവിത്തനം, ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചായന്റെ നേർബങ്ങളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു മിന്നു കെട്ടിപ്പോയി എന്നതും വലിയ വലിയ തിരുമേനിമാരെ വേണ്ടതുപോലെ കൃത്യമായി സുഖിപ്പിക്കാൻ അറിയുന്നു എന്നോ ഒന്നും ആവരുത്. ഇതുപോലൊരു കസേരയിൽ കയറി മലർന്നിരിക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ്. ഡു യു ഗെറ്റ് മീ? Just shut up. Masha, now you just redo the page. Yes. And he will not dare trouble you, right? Okay.